ഫുഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ഗോകുൽ ഗോകുൽ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പമുണ്ട്. വിവരങ്ങൾ പ്രതികരണം കഴിഞ്ഞ വർഷത്തെക്കാളും പോളിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് കണക്കാക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെക്കാളും പോളിംഗ് വർദ്ധിക്കും. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് ഉണ്ടാവും, കനത്ത പോളിംഗ് ഉണ്ടാവും. ബിജെപിക്ക് മറ്റു പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയിൽ ബിജെപി കൂടുതൽ വോട്ടുണ്ടെങ്കിലും പഞ്ചായത്തുകളിൽ കുറവാണെന്ന് അവർ അതിന് ഓവർകം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇത്തവണ ഞങ്ങളത് പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റം ഇത്തവണ പഞ്ചായത്തുകളിലുണ്ടാവും. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വിജയമായിരിക്കും ഇത്തവണ സി കൃഷ്ണകുമാർ നേടുക എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി അദ്ദേഹം ഫീൽഡിലാണ്. ഇപ്പോൾ BDJSന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? എങ്ങനെയുണ്ട് പാലക്കാട്? വളരെ 100% NDAയുടെ സ്ഥാനാർത്ഥി പാലക്കാട് ജയിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് വളരെ കുറച്ച് വോട്ടിനാണ് ഇവിടെ NDAയുടെ സ്ഥാനം തോൽക്കുകയുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം കാര്യത്തിൽ ഒരുപാട് വ്യത്യസ്തമാണ്. കാരണം ഇപ്രാവശ്യം LDFനും UDFനും സ്ഥാനാർത്ഥികൾ രണ്ടും ഒരു പക്ഷത്തേക്കും NDA സ്ഥാനാർത്ഥി സാഹചര്യമാണ്. അത് മാത്രമല്ല, വെസ്റ്റർകോട് വളരെ സജീവമായി പരിചയപ്പെടുന്ന സാഹചര്യം. നമുക്കറിയാം, പാലക്കാട് സംബന്ധിച്ചോളം മുൻപത്തേക്കാൾ കൂടുതൽ നേരിടുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെസ്റ്റർകോട് ഏറ്റെടുക്കുന്ന ഒരു തരത്തിലേക്ക് ഇവിടത്തെ രാഷ്ട്രീയം മുഴുവൻ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇവിടെയുള്ളത്. ഈ SDPIയുടെ വോട്ടൊക്കെ നേടാൻ ഞങ്ങൾ തയ്യാറാണ്. BJPയെ തോൽപ്പിക്കാൻ ആരുടെ വോട്ടും ഞങ്ങൾക്ക് വേണം എന്നാണ് KC വേണുഗോപാൽ. SDPIയുടെ ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇവിടെ ഉള്ളത്. ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന പോലുള്ള ആളുകളില്ല. മലപ്പുറത്തുള്ള മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളുടെ വരികയും അവരെ SDPIയുടെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇവിടെ ഏറ്റവും വഖഫ് ബോർഡിന്റെ വിഷയങ്ങളൊക്കെ കൂടുതലായി സജീവമാവുകയും അത് തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. തീർച്ചയായും വഖഫ് ബോർഡ് വിഷയം എന്ന് പറയുന്നത് മുൻപത്തേക്കാൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ടിപ്പുസുൽത്താന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കോട്ട ഉൾപ്പെടെ അവർക്ക് അവകാശങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുകയും കൽപ്പാത്തി ഉൾപ്പെടെ വഖഫ് ബോർഡ് അവരുടേതാണ് എന്ന അവകാശപ്പെടുന്ന വിജയത്തിൽ കുറഞ്ഞൊന്നും BJPയോ NDAയോ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് പാലക്കാടിന്റെ വൈബ്? പാലക്കാട് വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടാകും. കൃഷ്ണകുമാറിന് ഇനി ഒരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കേരള നിയമസഭയ്ക്കകത്തേക്ക് ജനങ്ങൾ കൃഷ്ണകുമാറിനെ ആനയിച്ച് നിയമസഭയിലെത്തിക്കും. 24 മണിക്കൂറും പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജോലിക്കാരനായിട്ടാണ് എൻ്റെ സഹോദരനായിട്ടുള്ള കൃഷ്ണകുമാർ പോകുന്നത്. അത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊഴിയാതെ കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള, ചോദ്യം ചോദിക്കാനും ഉത്തരം പറയിക്കാനുമുള്ള നിർണായക ശക്തിയായിട്ടാണ് ശ്രീമാൻ കൃഷ്ണകുമാർ നിയമസഭയെ പ്രതിനിധീകരിക്കാൻ പോകുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDF ആയിരിക്കോ UDF ആയിരിക്കോ ആര് രണ്ടാം സ്ഥാനത്ത് വരുന്നതാണ് കരുതുന്നത്? അത് അവർ തമ്മിൽ തർക്കം നടത്തിക്കോട്ടെ. പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് UDFും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയും തമ്മിലാണ് പാലക്കാട് മത്സരം. ഇടതുപക്ഷത്തിന് ചിഹ്നം പോലുമില്ല. സഖാക്കന്മാരുടെ കാര്യമായിട്ടുള്ള വോട്ട് വീതം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ വോട്ട് കരസ്ഥമാക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഒറ്റക്കെട്ടായി BJP നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കാഴ്ചയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ളത്. വലിയ രീതിയിൽ വലിയ മാർജിൻ
വിജയമായിരിക്കും NDA ശ്രീ കൃഷ്ണകുമാർ ഉണ്ടാവുക. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് NDA എന്ന മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പാലക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. സജീവ പ്രവർത്തനങ്ങളാണ് ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള PK കൃഷ്ണദാസ്. പാലക്കാട് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരില് സുരേഷ് ഗോപി 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇതൊരു സർവകാല റെക്കോർഡാണ്. അതേപോലെ തന്നെ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ശ്രീ കൃഷ്ണകുമാർ ഈ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിക്കും. അതൊരു വലിയ റെക്കോർഡ് തന്നെയായിരിക്കും. ശ്രീ കൃഷ്ണകുമാറിന് അനുകൂലമാകുന്ന എന്ത് സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളത്? അതായത്, ഒന്ന്, നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ പ്രസക്തമാകുന്ന കോൺഗ്രസ്, ഇതെല്ലാം ചേർത്ത് നോക്കുന്ന സമയത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് LDF-നും UDF-നും എതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് മൂന്നാം ശക്തി എന്നുള്ള നിലയ്ക്ക് BJP, NDA ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായത്. മാത്രമല്ല, താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി BJP-യും NDA-യും വിജയിപ്പിക്കാൻ തങ്ങൾക്ക് മടിയില്ലെന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതിനെ കൂടെ ശക്തിപ്പെടുത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയമായിരിക്കും ഈ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ സാഹചര്യവും, എല്ലാ സാമൂഹിക സാഹചര്യവും NDA-യുടെ വിജയത്തിന് അനുകൂലമാണ്. അതുതന്നെയാണ് മതിയായ ഭൂരിപക്ഷത്തോടു കൂടി കൃഷ്ണകുമാർ വിജയിക്കും എന്ന് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP പ്രവർത്തകരും നേതാക്കളും പറയുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ റാലിയുടെ ഭാഗമാകുന്നുണ്ട്. ഏറ്റവും പുറകിലായിട്ടാണ് NDA-യുടെ ഭാരവാഹികളും. BJP-യുടെ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ ചെറിയൊരു വാഹനത്തിൽ ആയിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ BJP പ്രവർത്തകർ ഈ കുട്ടിക്കാലം ആഘോഷമാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 27 ദിവസമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തും. ഒരു ആരംഭം കുറിക്കലാണ്, അല്ലെങ്കിൽ വോട്ടെടുപ്പിനായിട്ടുള്ള ആരംഭം ആണ് എന്നാണ് BJP പ്രവർത്തകരൊക്കെ പറയുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സാധാരണ BJP പ്രവർത്തകർക്കൊക്കെ ഒരു നേരത്തെ വിട്ട് പോയത് താവരായതാണ്. ഈ വ്യക്തിക്ക് ചിഹ്നത്തിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യമായ ഇത്തരത്തിൽ വിജയിക്കാൻ ഉറച്ച് BJP പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതായിരുന്നു നേരത്തെയൊക്കെ BJP പ്രവർത്തകർ പറഞ്ഞത്. അത്യധികം ആവേശത്തോടു കൂടി തന്നെയാണ് കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ഒരു കൊട്ടിക്കലാശമാണ് ഇവിടെ നടക്കുന്നത്. മുനിസിപ്പാലിറ്റിക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ റോഡ് ഷോ വലിയ രീതിയിൽ, ഇതൊരു വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു റോഡ് ഷോ ആയി മാറും എന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. 6 മണിയോട് കൊട്ടിക്കലാശം അവസാനിക്കുന്ന സമയത്തെ BJP-യുടെ വിജയം കുറിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിൽ ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് BJP-യുടെ പ്രതീക്ഷ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പോലും BJP-യുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ബൂത്തുകൾ കേന്ദ്രീകരിച്ചും ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്കകത്ത് BJP-ക്ക് വലിയ ഭൂരിപക്ഷവും 35,000-ഓളം വോട്ടുകൾ ഉണ്ടെങ്കിലും പഞ്ചായത്തുകളിൽ വോട്ടുകൾ കുറവായത് കഴിഞ്ഞ BJP-യുടെ പരാജയത്തിന് കാരണമായത്. എങ്കിലും കേവലം 3,800 BJP പരാജയപ്പെടുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും BJP നടത്തിയിട്ടുണ്ട് എന്നും ആ നടത്തിയാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത് എന്നുമാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ ആവേശത്തിലാണ്, കാരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാനിരിക്കുന്നത് കേവലം മാത്രമാണ്, ഒരു സംഗതി മാത്രമാണ് എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വിജയിച്ചു വന്ന സമയത്ത് 16,000-ലധികം വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ കേവലം 3,000-ഓളം മാത്രമായി കുറഞ്ഞു, 3,800-ഓളം മാത്രമായി കുറഞ്ഞു. ഇത്തവണ ഷാഫി പറമ്പിൽ മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ
പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് BJPയുടെ വിജയത്തിലേക്ക് എത്തുന്നതിന് ഗുണകരമാകും എന്നൊരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു BJP പ്രവർത്തകർക്കുള്ളത്. വോട്ട് കൂട്ടിച്ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ആ നടത്തിയ പ്രവർത്തകരാണ് BJPയുടെ വിജയത്തിന് അടിത്തറ പ്രവർത്തകരാണ് ഈ വാഹനത്തിന് തൊട്ടുമുന്നിലായി കടന്നു പോകുന്നത്. ആയിരക്കണക്കിന് BJP പ്രവർത്തകർ ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ടാണ് ഈ കുട്ടിക്കലാശം ആഘോഷമാക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു മേലപ്പുറത്തിൽ നിന്ന് വിവിധ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയോടുകൂടി സ്റ്റേഡിയം സെക്ഷനിൽ ഈ കൊട്ടിക്കലാശം സമാപിക്കും. കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിയിട്ടുള്ള 27 നടത്തിയിട്ടുള്ള BJPയുടെ പ്രവർത്തനത്തിന് അത് തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടായിരിക്കും സമാപ്തി ഉണ്ടാവുക എന്നാണ് നേരത്തെ BJP പ്രവർത്തകരോടും സമയത്ത് പറയുകയുണ്ടായത്. ഇതുപോലൊരു പ്രകടനം ഇതിനേക്കാൾ മികച്ച, ഇതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി, ആഘോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി BJP പ്രവർത്തകർ 23-ാം തീയതി പാലക്കാട് നഗരത്തിൽ സംഘടിപ്പിക്കുമെന്നൊരു ആത്മവിശ്വാസം എല്ലാ BJP പ്രവർത്തകരും പങ്കുവെക്കുന്നു. BJP നേതാക്കന്മാർ പങ്കുവെക്കുന്നു. ആ അഭിപ്രായത്തിൽ ഒരു വ്യത്യാസവും BJP പ്രവർത്തകർക്കില്ല, നേതാക്കന്മാർക്കില്ല. ആരൊക്കെ പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാലും അതൊന്നും പാർട്ടിയെ, പ്രസ്ഥാനത്തെ ബാധിക്കില്ല, വോട്ട് വിഹിതത്തെ ബാധിക്കില്ല. ഒരുപക്ഷെ സന്ദീപ് വാര്യരൊക്കെ BJP വിട്ടുപോയത് BJPക്ക് കൂടുതൽ ഗുണകരമാവും. BJPക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ പോലും, അതായത് BJPയെ ഒരുപാട് അനാവശ്യ കുറ്റങ്ങൾ പെടുത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയത്. സന്ദീപ് വാര്യരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു അദ്ദേഹം ആ ഒരു നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ പാർട്ടി വിട്ടതിന് ശേഷം അനാവശ്യമായി BJPയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തുള്ള ജോലിക്കും മറ്റും പോയിട്ടുള്ള BJP പ്രവർത്തകരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ സാഹചര്യം ഉണ്ടാക്കുന്നത് ആ വിഷയത്തിൽ തന്നെ ശോഭാ നമ്മൾ ആശയപരമായിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. UDF-നെതിരായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ബദൽ എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ല. ഇടതുപക്ഷത്തിന് ബദൽ UDF വലതുപക്ഷവുമല്ല. ആരാണ് ബദൽ? മൂന്നാം ബദൽ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദർശത്തിൻ്റെ വലിയ രീതിയിൽ ആ ആദർശത്തിനടിയിൽ അടിവരയിട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമ്മെ സംബന്ധിച്ച് നമ്മെ എതിർക്കുന്ന, അതായത് രാജ്യ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കുമ്പോൾ അരനൂറ്റാണ്ടിലധികം ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്നുകൊണ്ട് ആര് എതിർത്താലും അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു വിഷയവും അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ആ വിഷയം സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ പ്രഭാരിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒറ്റ പോയിന്റേ ഉള്ളൂ. കേരള നിയമസഭയിൽ മൂന്നാം ബദൽ വേണമോ വേണ്ടയോ? ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ, അവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും മറച്ചു വെക്കപ്പെടുന്ന പല വസ്തുതകളും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, അതിന് മുഴുവൻ സമയ പ്രവർത്തകനായി, മുഴുവൻ സമയ ജോലിക്കാരനായിട്ടാണ് ശ്രീമാൻ കൃഷ്ണകുമാറിനെ നിയമസഭയിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് പറഞ്ഞയക്കുന്നത്. SDP-യുടെ ഒക്കെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, BJPയെ പരാജയപ്പെടുത്താനാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അല്ല, KC വേണുഗോപാൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ രാജ്യദ്രോഹികളുമായി കൂട്ടുകൂടിക്കൊണ്ടല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ 1000 കോടി രൂപ കട്ടുമുടിച്ചിട്ടുള്ള ലല്ലു പ്രസാദ് യാദവിന്റെ RJD-യെ ഉൾപ്പെടെ കൂടെ ചേർത്തുകൊണ്ട് ബംഗാളിലെ ദീദിയുടെ അഴിമതി കഥകൾ മൂടിവെച്ചുകൊണ്ട് 1,20,000 കോടി രൂപയോളം തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ അഴിമതി കഥകൾ മൂടിവെച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും 12 ലക്ഷം കോടി രൂപയിലധികം തടവ് നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായിരുന്നല്ലോ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം. കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും രാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സാത്വികനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനം താഴേക്ക് പോകുന്നതിനെ നമ്മുടെ രാജ്യത്ത് അവർ പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി ഈ രാജ്യത്തിന് വേണ്ടി കർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിനെ രാജ്യം മുഴുവൻ ബഹിഷ്കരിച്ചില്ലേ? അങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു UDF, അതിന്റെ ഒരു ലീഡർ, ഇന്ത്യ മുന്നണിയുടെ ലീഡറാണ് ശ്രീമാൻ KC വേണുഗോപാൽ. KC വേണുഗോപാലിനെ സംബന്ധിച്ചറിയാം, കോൺഗ്രസ് കൂടുതൽ, പ്രതിപക്ഷം കൂടുതൽ സ്ട്രോങ് ആകട്ടെ എന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. അത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ളത്.
അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പാണ്, വരാൻ പോകുന്ന നാളുകളിൽ ഈ രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും കേരളത്തിന് കിട്ടണമെന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു. കേരളത്തിന് അത് അന്യം നിൽക്കാൻ പാടില്ല. ഇവിടുത്തെ ഭരണകൂടം മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണകൂടമായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിന് കേന്ദ്രം കൊടുക്കുന്ന പല കാര്യങ്ങളും കിട്ടാത്തത്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിയമസഭയിൽ ആൾ വേണം എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ കൃഷ്ണകുമാറിനെ നമ്മൾ നിയമസഭയിലേക്ക് അയക്കുന്നത്. അതിന് പാലക്കാടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ളത് നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജിയുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് പാലക്കാട് നിയമസഭയിൽ നിന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ കൃഷ്ണകുമാറിനെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പറഞ്ഞയക്കണമെന്ന് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും പാലക്കാട് ജനതയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. അവരത് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പഴയ ഒരു പാലക്കാട്ടുകാരൻ, നമ്മുടെ എല്ലാവരുടെയും ആരാധനായിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ശ്രീമാൻ ഒ രാജഗോപാലിന് ശേഷം പാലക്കാട് നിന്ന് തന്നെ അതൊരു പക്ഷേ പ്രകൃതിയുടെ നിയോഗമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാലക്കാട് നിന്ന് തന്നെ അടുത്ത ഒരാൾ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരള നിയമസഭയ്ക്കകത്തേക്ക് എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ ആഗ്രഹിക്കുന്ന അനുഭാവികളുടെയും രാഷ്ട്രീയക്കാരുടെ വരെ, അതായത് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനകത്തു നിന്നുള്ള സാധാരണക്കാരൻ, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള സാധാരണക്കാരൻ, കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് അവർ തെളിയിച്ചതാണ്. ഉദാഹരണം നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല പഞ്ചായത്തുകളും ഒന്നാം സ്ഥാനത്ത് BJP വന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നു. ആ സാഹചര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു അനുസ്ഫുരണം തന്നെയാണ് ഈ ബൈ ഇലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയ ഒരു പിന്തുണ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ടുണ്ടാകും. അത് ശ്രീമാൻ കൃഷ്ണകുമാറിന്റെ വിജയത്തിൽ കലാശിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആത്മവിശ്വാസം നമുക്കുനാൾ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് BJP പ്രവർത്തകർക്കും BJP നേതാക്കന്മാർക്കും ഒക്കെ ഉള്ളത്. അതിന് അവർക്ക് അവരുടേതായ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ഈ നിയമമണ്ഡലത്തിൽ നിന്ന് ഒ രാജഗോപാൽ മത്സരിച്ച് വിജയിച്ച കാര്യം നമുക്കറിയാം. പാലക്കാട് മണ്ഡലത്തിലും ഒ രാജഗോപാൽ മത്സരിച്ച് 22,000-ലധികം വോട്ടുകൾ നേടിയ ചരിത്രമുണ്ട്. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് വലിയ രീതിയിൽ ഇവിടെ പാലക്കാട് മണ്ഡലത്തിന്റെ BJPയുടെ അടിത്തറ